കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയായ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി ചെണ്ട പരിശീലിക്കാൻ ഒരു വൈദികനും കാഞ്ചിയാർ കോവിൽമല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോമോൻ വട്ടത്തറയാണ് സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ചെണ്ട പരിശീലനം ആരംഭിച്ചത്. അരുണാചൽ പ്രദേശ് ഡാമിൻ സെന്റ് പീറ്റേഴ്സ് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോമോൻ ഒരു മാസം മുമ്പാണ് കോവിൽമല സെന്റ് ജോസഫ് പള്ളി വികാരിയായി ചാർജ് എടുത്തത്. ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെയാണ് സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് പദ്ധതിയുടെ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാലുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ കോവിൽമല സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോമോൻ വട്ടത്തറ ചെണ്ട പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു കല പരിശീലിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ചെണ്ട പരിശീലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെണ്ടയിൽ ഫെലോഷിപ്പ് ലഭിച്ച ബാബു മാത്യുവിനെയാണ് ഫാദർ ജോമോന്റെ പരിശീലകനായി നിയോഗിച്ചിരിക്കുന്നത്. പള്ളി വികാരിക്കൊപ്പം ഇടവകയിലെ നിരവധി പേർ ചെണ്ട പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ചെണ്ടമേളം തന്നെ ഏറെ ആകർഷിച്ചതായും പള്ളിയിലെ തിരുനാളിന് ചെണ്ടമേളം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഫാദർ ജോമോൻ വട്ടത്തറ പറഞ്ഞു. ഇപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഇത് പരിചയപ്പെട്ടപ്പോൾ, ഈ പദ്ധതി പരിചയപ്പെട്ടുള്ള ചെണ്ട പരിശീലനം നടത്തുവാനും പരിശീലനിക്കുവാനായിട്ട് എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെയാണ് സൂര്യലാൽ സാറിനെ ഞാൻ ഇടവകയിലേക്ക് ക്ഷണിക്കുകയും സാർ ഇവിടെ വന്ന് എല്ലാവിധ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്തത്. വളരെ മനോഹരമായിട്ട് ഈ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് സൗജന്യമായി കല പരിശീലിക്കാനുള്ള അവസരമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ലളിതകലകൾ, ക്ലാസിക്കൽ കലകൾ, അഭിനയകല, നാടോടിക്കലകൾ എന്നിങ്ങനെ 40-ലധികം കലാവിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.